ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്നാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 13 വരെയുള്ള വാക്യങ്ങളാണ് പഠിച്ചത്. 5-ാം അധ്യായത്തിൽ നാം കാണുന്നത് നാം ക്രിസ്തുവിനാൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ് അല്ലെ. ആദ്യത്തെ വാക്യം നമ്മൾ എങ്ങനെ പഠിച്ചത്? സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അതുകൊണ്ട് അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. അമ്മമ്മയെ മ്യൂട്ട് ചെയ്തേക്കാമോ? സോറി. ഓക്കെ, നമുക്ക് അപ്പൊ ക്രിസ്തുവിനാൽ നാം സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. പണ്ട് നമ്മൾ അടിമനുഖത്തിലായിരുന്നു. ഗലാത്യരോടാണ് പറയുന്നത്. പണ്ട് അവർ അടിമനുഖത്തിലായിരുന്നു, ലോകത്തിന്റെ നുഖത്തിലായിരുന്നു. ആ നുഖത്തിൽ നിന്ന് കർത്താവ് അവരെ സ്വതന്ത്രരാക്കി. അവരിപ്പോ ക്രിസ്തുവിന്റെ നുഖത്തിന് കീഴെ ആണ് ആയിരിക്കുന്നത്. അപ്പൊ അത് വീണ്ടും ആ ന്യായപ്രമാണ ജുഡൈസേഴ്സ് അല്ലെ ന്യായപ്രമാണവാദികൾ അവിടേക്ക് വരികയും അവര് ന്യായപ്രമാണത്തിന്റെ ചില പ്രവൃത്തികളും കൂടെ രക്ഷയ്ക്ക് അനുസരിക്കണമെന്ന് പറഞ്ഞ് അവരെ അവരുടെ വശംവദരാക്കുകയും ചെയ്തപ്പോൾ അവര് പരിച്ഛേദന ഏൽക്കാനും അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുവാനായിട്ടും ഇടയായി തീർന്നു. അപ്പം പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിനാൽ പറയുകയാണ്, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, ഇനി നിങ്ങളും വീണ്ടും ഒരു അടിമ നുഖത്തിലേക്ക് പിന്നെയും കുടുങ്ങിപ്പോകരുത്. അപ്പം വിശ്വാസികളായ നമ്മോട് ഓരോരുത്തരും പറയുന്നത്, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു, അതിൽ നിന്നൊക്കെയും ദൈവം നമ്മളെ വിടുവിച്ചു, നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്, നാം ആ സ്വാതന്ത്ര്യത്തിൽ നാം നിലനിൽക്കണം എന്ന് പറയുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ആ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് നിലനിൽപ്പാൻ നമുക്ക് സ്വയമായി ശക്തിയില്ല. നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നാം ദൈവത്തിങ്കലേക്ക് വന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്രയിട്ടു, പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നു, ദൈവത്തിന്റെ ചട്ടങ്ങളിൽ നമ്മെ നടക്കുമാറാക്കുന്നു. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അവർ നന്നായി ഓടിയിരുന്നു സത്യം അല്ലെ. അവര് നന്നായി ഓടിയിരുന്നു, സത്യം അനുസരിക്കാതെ കൊണ്ട് നിങ്ങളെ ആര് തടുത്തു എന്ന് ചോദിക്കുന്നുണ്ട്. അവരുടെ ഓട്ടം തുടക്കം നല്ലതായിരുന്നു, പക്ഷെ ആ തുടർന്ന് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് വെച്ച് അവരുടെ ഓട്ടം തെറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ജുഡൈസേഴ്സ് അവിടെ കടന്നു വരികയും അവരെ അവരുടെ മോഹവലയത്തിലാക്കുകയും ചെയ്തത് കൊണ്ട് അവരെ ആ സത്യം അനുസരിക്കാതിരിക്കാൻ അവരെ തടുത്തു എന്ന് നമ്മൾ പഠിച്ചു. 13-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നു, സ്വാതന്ത്ര്യത്തായി നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അത് ആ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ക്രിസ്തുവിലൂടെ നമുക്ക് തന്ന ആ സ്വാതന്ത്ര്യം നാം ജഡത്തിന് അവസരമാക്കി തീർക്കല്ലേ. പരിച്ഛേദനയോ മറ്റേത് ബാഹ്യമായി ചെയ്യുന്ന പ്രവൃത്തികളോ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കാൻ കാരണമല്ല. അത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തിൽ നിലനിന്നാൽ മാത്രമേ ആത്മാവിന്റെ ഫലമായ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നമുക്ക് 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 14-ാമത്തെ വാക്യം വായിക്കാം. ഗലാത്യലേഖനം 5:14. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏക വാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ന്യായപ്രമാണത്തിന്റെ ധാർമ്മികമായ തത്വം എന്ന് പറയുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നതാണ്. നമ്മൾ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലാണ് അത് കാണുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. നിന്റെ ജനത്തിന്റെ മക്കളോട് പക വെക്കരുത്, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം, ഞാൻ യഹോവയാണ്. ദൈവത്തിന്റെ കൽപ്പനയാണ് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നത്. പുതിയ നിയമത്തിലെയും കൽപ്പന അത് തന്നെയാണ്. ദൈവത്തെ കൂട്ടുകാരനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. പക്ഷെ ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്തായിരുന്നു? ന്യായപ്രമാണത്തിൽ അവരോട് ഈ കൽപ്പനകളൊക്കെ അനുസരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു എങ്കിലും അവരുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം അത് അനുസരിക്കാനോ അതിനനുസരിച്ച് ജീവിക്കുവാനോ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ ക്രിസ്തു നമ്മുടെ ബലഹീനതകളെ ഒക്കെയും അകറ്റിയിട്ട് ആ ബലഹീനതകളെയൊക്കെയും എടുത്തു മാറ്റി നമ്മളുടെ ആത്മാവിനെ പകർന്നു തന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ആ കൽപ്പനകളൊക്കെയും അനുസരിപ്പാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് തൻ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വൈദികൻ വന്ന് ചോദിച്ചു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പം കർത്താവ് എന്നാ പറഞ്ഞത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിക്കണം. അതുപോലെ തന്നെ ഞാൻ വായിക്കാം, മത്തായി സുവിശേഷം 23:37 മുതലുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണവും സകല പ്രവാചകന്മാരും അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വായിക്കാമേ.
മത്തായി 23:37 മുതൽ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പം ആ ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്ന. അതിന് വലിയതായി വേറെ ഒരു കൽപ്പനയുമില്ല. അതാണ് ന്യായപ്രമാണത്തിന്റെ കൽപ്പന എന്ന് പറയുന്നത്. പക്ഷെ ഒരിക്കലും അവർക്ക് അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പർവ്വത പ്രസംഗത്തിലെ ഒരു ഭാഗം കൂടെ നമുക്ക് വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. മത്തായി സുവിശേഷം 7:12. മത്തായി സുവിശേഷം 7:12. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ പറയുന്നു, അല്ലെ? അപ്പം ആ ബൈബിളിലെ ന്യായപ്രമാണത്തിലെ അന്തസത്ത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം, കൂട്ടുകാരനെ നമ്മെ പോലെ തന്നെ സ്നേഹിക്കണം. അപ്പൊ ഇവിടെ പറയുന്ന കർത്താവ്, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ഇച്ഛിക്കുന്നത് നാം അവർക്കും കൂടെ ചെയ്യണം. ബുദ്ധിമുട്ടുള്ള കാര്യം, അല്ലേ? അപ്പം നാം നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് ആരെങ്കിലും ചെയ്യണമെന്ന് ഇച്ഛിക്കുന്ന കാര്യം നാം അവർക്ക് വേണ്ടി ചെയ്യുക എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, കൂട്ടുകാരനെ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളത് രാജകീയ ന്യായപ്രമാണമാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? ഞാൻ വായിക്കുന്നില്ല, വാക്യം പറഞ്ഞു വിടാം. യാക്കോബ് 2:8. കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് രാജകീയ ന്യായപ്രമാണമാണ്. രാജാവ് കൽപ്പിച്ചതാണ്. രാജാവ് കൽപ്പിക്കുന്നതാണെങ്കിൽ സാധാരണ രാജാക്കന്മാരൊക്കെ കൽപ്പിക്കുമ്പോൾ പ്രജകൾ അതുപോലെ അനുസരിപ്പാൻ ബാധ്യസ്ഥരാണ്. കർത്താവായ യേശുക്രിസ്തു, അല്ലെ, ദൈവം നമ്മോട് കൽപ്പിക്കുക കൂട്ടുകാരനെ അതേപോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് ആ മാതൃകയാണ് എല്ലാവർക്കും കാണിച്ചു തന്നത്. നമ്മൾ യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞു, പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു എന്ന് പറയുന്നുണ്ടല്ലേ? പക്ഷേ പുതിയൊരു കൽപ്പനയാണോ അത്? നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുന്നത്? പക്ഷേ നമുക്ക് പുതിയതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ന്യായപ്രമാണത്തിൽ അത് കൊടുത്തിരുന്നു എങ്കിലും അവരുടെ ഹൃദയ കാഠിന്യത്താലും ആ ഒരു മാംസളമായ ഹൃദയം അന്നവർക്ക് ഇല്ലായിരുന്നത് കൊണ്ട് ആ ഒരു കൽപ്പന പ്രമാണിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞതുപോലെ ജഡത്തിന്റെ ബലഹീനം നിമിത്തം അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ തന്ന് ആത്മാവിനാൽ നമ്മളെ അത് കഴിയിക്കുമാറാക്കുന്നു. യോഹന്നാൻ 13:34, 35 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു, കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കും. ന്യായപ്രമാണത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല, അല്ലേ? ഇവിടെ പറയുന്നത് നമുക്ക് വായിക്കാം 13:34, 35. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് പഴയതാണെങ്കിലും അത് പുതിയത് തന്നെയാണ്. കാരണം ആരും സ്നേഹിച്ച് കാണിച്ചില്ലായിരുന്നല്ലേ? ഇവിടെ കർത്താവ് വന്നിട്ട് ആ സ്നേഹം നമ്മോട് കാണിച്ചു തരികയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. കാണിച്ചു തന്നു, നമ്മത് കാണിക്കണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും, അല്ലെ? അപ്പം ആ ഒരു ന്യായപ്രമാണത്തിൽ ഈ കൽപ്പനകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷെ ആ ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിലും ആർക്കും അത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല. അന്യോന്യം നമുക്ക് റോമാലേഖനത്തിലും കാണുവാനായിട്ട് കഴിയും. അന്യോന്യം സ്നേഹിക്കുന്നത് ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ ആണെന്ന് പറയുന്നുണ്ട്. കുറച്ച് വാക്യങ്ങൾ വായിച്ചു വിടുന്നതേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, അത് മനസ്സിലാക്കാവുന്നതാണ്. വായിക്കാം. റോമാലേഖനം 13:8 മുതലുള്ള വാക്യങ്ങൾ. റോമാലേഖനം 13:8 മുതലും എടുക്കാവുന്നവരൊക്കെ എടുത്തോ. അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നുള്ളതും മറ്റ് ഏത് കൽപ്പനയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നീ വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തന്നെത്താനല്ലോ ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്. അന്യനോട് ചെയ്യുന്ന പ്രവൃത്തികളാണ് ഇതെല്ലാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ അന്യനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ പ്രവൃത്തികളൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. 13:10. സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകെ സ്നേഹം
ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ. അപ്പൊ കൂട്ടുകാരനെ സ്നേഹിക്കുന്നവൻ കൂട്ടുകാരന് ദോഷമുള്ളതൊന്നും പ്രവർത്തിക്കുന്നില്ല, സ്നേഹിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ സ്നേഹിക്കുന്നവൻ കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കുന്നില്ല. ആകയാൽ സ്നേഹം ന്യായപ്രമാണത്തിന്റെ നിവർത്തി തന്നെ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ കർത്താവിനെ സ്വീകരിച്ച് ആത്മാവിനെ പ്രാപിച്ചവരിൽ മാത്രമേ ആ ന്യായപ്രമാണത്തിന്റെ അന്തസത്ത വെളിപ്പെടുകയുള്ളൂ. ന്യായപ്രമാണത്തിന്റെ അന്തസത്ത കൂട്ടുകാരനെ അന്യോന്യം സ്നേഹിക്കുക എന്നുള്ളതാണ്. അന്ന് അവർക്കത് അനുസരിപ്പാൻ കഴിഞ്ഞില്ല, പക്ഷെ നമ്മൾക്ക് ഇപ്പോൾ അനുസരിക്കുവാനായിട്ട് കഴിയുന്നു. നമ്മള് ഗലാത്യലേഖനം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് 5:6 13 ഞാൻ വായിച്ചു വിടാം. ക്രിസ്തുവേശിൽ പരിച്ഛേദനയില്ല, അഗ്രചർമ്മവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്ര. എന്ന് വെച്ചാൽ പുറത്തെ ഒരു പ്രവൃത്തികളും നമ്മെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽപ്പാൻ പ്രാപ്തരാക്കുന്നില്ല. 13 സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. അപ്പം നമ്മൾ സ്വയത്തെ സ്നേഹിച്ചാൽ, നമ്മുടെ സെൽഫിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. മുമ്പോട്ട് പോകാം. അപ്പം പരിച്ഛേദനയുമില്ല, അഗ്രചർമ്മവുമില്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. ന്യായപ്രമാണത്തിൽ ഇതെല്ലാം പറഞ്ഞിരുന്നു എങ്കിലും അവർ കുറെ പ്രവൃത്തികളാൽ അവൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർക്ക് നീതി പ്രാപിക്കുമെന്ന് കുറെ സംഗതികൾ അവരെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു. പക്ഷെ അവർക്കത് നടന്നില്ല. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നീതിയില്ലാത്ത ജാതികൾ നീതി പ്രാപിച്ചു. അതെന്തുകൊണ്ട്? അവര് വിശ്വാസമുള്ള നീതിയാ പ്രാപിച്ചു. പക്ഷെ നീതിയുടെ പ്രമാണം പിന്തുടർന്ന് ഇസ്രായേലും ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? അവര് പ്രവൃത്തിയാലത്രേ, വിശ്വാസാലല്ല പ്രവൃത്തിയാലത്രേ അവര് ആ നീതി സ്ഥാപിപ്പാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് അവർ ഇടർച്ചക്കല്ലിൽ തട്ടി ഇടറിപ്പോയി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 15-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 15-ാമത്തെ വാക്യം, നിങ്ങൾ അന്യോന്യം കടിക്കുകയും തിന്നു കളയുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. നിങ്ങൾ അന്യോന്യം കടിക്കുകയും എന്നുവെച്ചാൽ എന്താ പറയുക, അന്യോന്യം കടിക്കുകയും തിന്നുകയൊക്കെ ചെയ്യുന്ന ആരോ? വന്യമൃഗങ്ങളുടെ സ്വഭാവം അല്ലേ? അപ്പൊ അവരോട് പറയാൻ, നിങ്ങൾ വന്യമൃഗങ്ങളുടെ സ്വഭാവം കാണിക്കരുത്. അപ്പം ആ മനുഷ്യന്റെ പാപ സ്വഭാവത്തെയാണ് അത് കാണിക്കുന്നത്. നമുക്കറിയാമല്ലോ, ആ വിശ്വാസികൾ കൂടുന്ന സ്ഥലത്തും ഭിന്നതയും പ്രശ്നങ്ങളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലേ? ഒരു കമ്മിറ്റി മീറ്റിംഗ് നോക്കിയാൽ മതി, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നല്ലേ? അപ്പൊ ആരാധനയ്ക്ക് ആരാധിച്ചുകൊണ്ടിരുന്ന സമയം ഒരു കുഴപ്പമില്ലായിരുന്നു. ആ സമയത്ത് കർത്താവ് വന്ന് എല്ലാരും പോകുമല്ലേ? ഒരപ്പുറത്തെ വെളിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാല് കമ്മിറ്റി മീറ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പറയേണ്ട കാര്യമല്ല, പോട്ടെ. അപ്പം ഇവര് പറയുകയാണ്, അന്യോന്യം കടിക്കുകയും തിന്നുകയും ചെയ്താലോ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പം വന്യമൃഗങ്ങളുടെ മനുഷ്യന്റെ ജഡത്തിന്റെ സ്വഭാവങ്ങളെ വന്യമൃഗങ്ങളുടെ സ്വഭാവത്തോട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. വന്യമൃഗങ്ങൾ അന്യോന്യം ആക്രമിക്കുന്നത് പോലെ ക്രിസ്തീയ കോളത്തിലും അങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും വിശ്വാസികൾ ഉൾപ്പെട്ട സമൂഹത്തിലും അങ്ങനെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആ പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ, അത് നമ്മൾ ജഡത്തിന്റെ സ്വഭാവമാണ്, പാപത്തിന്റെ സ്വഭാവമാണ് നമ്മൾ കാണിക്കുന്നതെന്ന് പറയുന്നു. അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിരുന്നു, കൊരിന്ത്യസഭയിൽ ഭിന്നത ഉണ്ടായിരുന്നു, ഓരോരുത്തരുടെ പക്ഷക്കാരെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആത്മാവിന്റെ പ്രവൃത്തി അല്ല കാണിക്കുന്നത്. പക്ഷവും ഭിന്നപക്ഷവും ദ്വന്ദ്വപക്ഷവും ഒക്കെ വരുമ്പോ എന്താ? അന്യോന്യം അടിച്ചു കയറും അല്ലേ? അപ്പൊ അതൊക്കെ ആത്മാവിന്റെ പ്രവൃത്തി അല്ല, അത് ജഡത്തിന്റെ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അത് തങ്ങളുടെ വയറ്റിനെ സേവിക്കുന്നവരുടെ പ്രവൃത്തിയാണ് ഇവിടെ. നമുക്കറിയാം, ഇവിടെ ഗലാത്യയിലെ വിശ്വാസികൾ അന്യ ദൈവത്തെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്ന ചുറ്റുപാടിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ അവർ വന്നതല്ലേ? അപ്പം അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അറിയാതിരുന്നവരാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കുക. നിങ്ങൾ ആ പഴയ പാഠങ്ങളിലേക്ക് അല്ലെ വേറൊരു പാഠങ്ങളിലേക്ക് പോയിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങളെ തന്നെ അടിമപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അവർ നന്നായി ഓടിയിരുന്നവരാണ്, അവർ നല്ലോണം വിശ്വാസത്തിലേക്ക് വന്നവരാണ്.
പൗലോസ് അപ്പോസ്തലൻ വചനത്തിന്റെ ആദ്യ പാഠങ്ങൾ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവര് വിശ്വാസത്തിൽ ഓടിയെന്ന് നമ്മള് 4-ാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ശരീരത്തിൽ ബലഹീനം ഉണ്ടായിരുന്ന സമയത്ത്, അറച്ചു പോകുന്ന അവസ്ഥ പോലും അറപ്പ് തോന്നിക്കുന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലനെ ക്രിസ്തുവിനെ പോലെ ഒരു ദൈവത്തിന്റെ ദൂതനെ പോലെ കൈക്കൊണ്ടു എന്ന് ശുശ്രൂഷിച്ചു എന്ന് അവിടെ നമ്മൾ പഠിച്ചതല്ലേ. അങ്ങനെ ഉള്ളവർ ഇവിടെ അതെല്ലാം മാറിയിട്ട് അതിൽ ചിലർ അന്യോന്യം കടിക്കുകയും തിന്ന് കളയും ചെന്ന അവസ്ഥയിലേക്ക് അല്ലെ പിന്നെ പക്ഷങ്ങൾ ഉണ്ടാകാൻ ഇടയെ തന്നു. അതെന്തുകൊണ്ട്? അവിടെ അനേകർ വന്ന് യൂദായിസേഴ്സ് വന്ന് അവരെ വഞ്ചിച്ച് കളയുകയാണ് ചെയ്തത് അല്ലെ. നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷം ഉണ്ടാകുന്നു, ഞങ്ങൾ വന്ന് നിങ്ങൾക്ക് മറ്റൊരുത്തൻ വന്ന് നിങ്ങൾക്ക് തരാത്ത ഒരു സുവിശേഷമെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു ആത്മാവെങ്കിലും അല്ലെ മറ്റൊരു യേശുവിനെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയോ ചെയ്യുമ്പോൾ അല്ലെ യേശുവിനെ പ്രസംഗിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ പൊറത്തുകൊള്ളുന്നത് ആശ്ചര്യം എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു ദ്വന്ദ്വവിഷയങ്ങളും പ്രശ്നങ്ങളും ഇടയിൽ ഉണ്ടാകുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവര് ആ സ്വഭാവം കാണിക്കാനായിട്ട്, പാപത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ സ്വഭാവം കാണിക്കാനായിട്ട് ഇടയായി തീർന്നു. തമ്മിൽ ഭിന്നതയും പിണക്കവും ഒക്കെ ഉണ്ടാകാനായിട്ട് കാണുന്നു. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് റോമാലേഖനം 16-ാം അധ്യായത്തിൽ അവിടെയും ഇങ്ങനെ പറയുന്നുണ്ട്. അത് വയറ്റിനെ സേവിക്കുന്നവരുടെ സ്വഭാവമാണ്. സത്യത്തെ സ്നേഹിക്കുന്നവർ അല്ലെ സത്യത്തെ സേവിക്കുന്നവർ, ക്രിസ്തുവിനെ സേവിക്കുന്നവർ, നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവർ ആ കർത്താവിന്റെ മുമ്പിൽ ലജ്ജിക്കാനാകാത്ത സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നവരായിരിക്കണം. അല്ലാതെ ദ്വന്ദ്വപക്ഷങ്ങളും ദുരുപദേശങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവർ തങ്ങളുടെ വയറിനെ സേവിക്കുന്നവരാണ്. വായിച്ചു പോകാം. റോമാലേഖനം 16-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ ഞാൻ മിക്കവാറും വായിക്കുന്ന വാക്യമാണ്. സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവേൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായി ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്രേ സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. ആ ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് വഞ്ചിച്ച് കളഞ്ഞാൽ മാത്രമേ അവരുടെ ആ ഒരു വലയത്തിലേക്ക് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. അവരുടെ വലയത്തിലേക്ക് പോകുമ്പോൾ അവരുടെ കീശ വീർപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം. വിശ്വാസികൾ നന്നായി ആത്മീയവർദ്ധന പ്രാപിക്കുക എന്നുള്ളതല്ല അവരുടെ ലക്ഷ്യം. പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നവരായി എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നുണ്ടല്ലേ. പൗലോസിന്റെ ലക്ഷ്യം സത്യം സംസാരിക്കുന്നവരുടെ അല്ലെ സത്യത്തിൽ സംസാരിക്കുന്നവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു നമ്മിൽ വളരണം, ക്രിസ്തു അവരിൽ വളരണമെന്നായിരുന്നു. പക്ഷെ ഇവിടെ ചക്രവാകും മുസ്ലിം പറഞ്ഞ് അവിടെ വഞ്ചിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് പോയി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷ് വായിക്കുന്ന കൺസ്യൂംഡ് ബൈ വൺ അനദർ, വിഴുങ്ങുക, ജഡസ്വഭാവം പുറപ്പെടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ ആത്മാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പൊ അവര് ആത്മാവിന്റെ പ്രവൃത്തി അല്ല ചെയ്യുന്നത്, അവര് ജഡത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. നമുക്ക് അതിന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമുക്ക് 16-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 16 മുതലുള്ള വാക്യങ്ങൾ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ എങ്ങനെയായിരിക്കും എന്നാണ് പറയുന്നത്. 16-ാമത്തെ വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. 16 മുതൽ 5-16 മുതൽ 6-10 വരെയുള്ള വാക്യങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന വിഷയമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ട് നമ്മ പാപലോകത്തിൽ ജീവിക്കുമ്പോൾ പാപലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിട്ട് ദൈവമക്കളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ അനുവദിക്കുന്ന ദൈവം. പക്ഷെ വെറുതെ നമ്മളെ വീണ്ടെടുത്ത് വിടുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തരികയാണ് ചെയ്യുന്നത്. കാരണം എന്താ? നമ്മുടെ ജഡത്തിന്റെ ബലഹീനം നമുക്ക് ഇതൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല എന്ന് ഞാൻ പറയുന്നു. ദൈവത്തിന്റെ ആത്മാവ്
നമ്മുടെ ഉള്ളിൽ തന്ന ദൈവത്തിന്റെ മന്ദിരമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. ദൈവാത്മാവിന് വസിപ്പാനുള്ള മന്ദിരമാക്കി നമ്മെ തീർത്തിരിക്കുകയാണ്. നമ്മൾ എവിടെ വായിക്കുന്ന 1 കൊരിന്ത്യർ 6:19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ ഇനി താന്താങ്ങുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. നാം ഇനി നമ്മുടെ സ്വന്തമല്ല, നാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വസിക്കാനുള്ള മന്ദിരമാണ്. അങ്ങനെ ആ മന്ദിരത്തിൽ വസിക്കുമ്പോൾ ആ മന്ദിരമായി തീർന്ന നാം ആരുടെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്? ആത്മാവിന്റെ പ്രവൃത്തിയാണ് ചെയ്യേണ്ടത്. നമ്മള് റോമാലേഖനത്തിൽ 8:9 ഇങ്ങനെ പറയുന്നു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ഇവിടെ പറയുന്നു ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നു ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ് അല്ലേ. നിൽക്കുന്നില്ല, ഒരിടത്തും നിൽക്കുന്നില്ല. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. ആത്മാവ് നമ്മിൽ വസിക്കുന്നിടത്തോളം കാലം നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയാണ്, വോക്ക് ചെയ്യുകയാണ്, നാം നിൽക്കുന്നതേ ഇല്ല. അപ്പം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന അവസ്ഥ. വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയുന്നത് കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ഒരു മുന്തിരി വള്ളിയിൽ ഒരു കൊമ്പ് എങ്ങനെ ചേർന്നിരിക്കുന്നുവോ അതുപോലെ നമ്മുടെ വീട്ടിൽ കുടുംബാംഗങ്ങളുണ്ട്, പലരും വിരുന്നുകാരായി വരുന്നവരുണ്ട്. അവർ ആ വീട്ടിൽ വസിക്കുന്നവരല്ല അല്ലേ, അവര് വന്നു പോകുന്നവരാ. ആ കുടുംബത്തിലുള്ളവർക്ക് മാത്രമേ അവിടെ വസിക്കാനായിട്ട് അവരെ വസിക്കുന്നുള്ളൂ. അപ്പൊ നമ്മള് കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വന്നു പോകുന്ന സ്വഭാവമല്ല. ഇന്ന് എനിക്ക് ദൈവത്തെ വേണം, നാളെ എനിക്ക് ദൈവത്തെ വേണ്ട, അല്ല. എപ്പോഴും ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് വസിക്കുക എന്ന് പറയുന്നത്. അപ്പം പരിശുദ്ധാത്മാവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്ന ശബ്ദം അനുസരിക്കുകയും ചെയ്യുക എന്നാണ്. നമ്മൾ ഓപ്പൺ ആൻഡ് സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റ്. അപ്പൊ നമ്മൾ ആ ആജ്ഞ അനുസരിക്കണം. നമ്മൾ കേൾക്കുന്നവരാണ്, പലപ്പോഴും അനുസരിക്കാനാണ് ബുദ്ധിമുട്ടുള്ളത് അല്ലേ. കേൾക്കുകയും അതുപോലെ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. അപ്പം പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. പാറ്റേൺ അവർ ലൈഫ്. ടേം യുവർ ടങ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ നാം ആ പരിശുദ്ധാത്മാവിന്റെ ആ നിയന്ത്രണത്തിനനുസരിച്ച് നാം ക്രമീകരിക്കേണ്ടതാണ്. നമ്മൾ എല്ലാവരും വചനം കേൾക്കുന്നവരാണ്. കേൾക്കുക മാത്രമല്ല, അതിനെ അനുസരിക്കണം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരുന്ന് നമ്മോട് സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ നമ്മ അത് കേട്ട് അതിനെ അനുസരിക്കുന്നവരുമായി തീരണം. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. നമ്മൾ പ്രവർത്തിക്കുകയും നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കണം. ഇത് നമ്മുടെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന അവസ്ഥയില് നമ്മൾ എങ്ങനെയായിരിക്കണം? ആ ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള താല്പര്യം നമുക്ക് ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ദൈവിക വചനങ്ങളെയും ആത്മീക കാര്യങ്ങളിലും ഇടപെടാനുള്ള ആ ഒരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്നില്ലേ, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്ന സങ്കീർത്തനക്കാരൻ പറഞ്ഞു. അതുപോലെ എപ്പോഴും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാനുള്ള ആ ഒരു മനസ്സ് എനിക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്താ പറയുന്നേ,
എനിക്ക് കൂടുതൽ ദൈവത്തിന്റെ വചനം വായിക്കണം, കൂടുതൽ പഠിക്കണം, മറ്റുള്ള കാര്യങ്ങളിൽ അധികമായി ദൈവത്തിന്റെ വചനത്തോടുള്ള സ്നേഹം നമ്മളിൽ ജനിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാ നമ്മോട് ചെയ്യുന്ന ഇരിക്കുമ്പോൾ, നമ്മോട് വസിക്കുമ്പോൾ നമ്മളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മാവിൽ ആത്മാവിൽ നടത്തപ്പെടുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാനുള്ള ആഗ്രഹവും അത് ചെയ്യുവാനുള്ള ആഗ്രഹവും ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ വചനം കേൾക്കുമ്പോൾ ബോറടിക്കത്തില്ല, പ്രാർത്ഥിക്കുമ്പോൾ ഇരുന്ന് ഉറക്കം തൂങ്ങത്തില്ല, ഒന്നും മടുപ്പ് തോന്നത്തില്ല. ഇന്ന് കുറച്ചു വാക്യം പഠിച്ച് നാളെ കുറച്ചുകൂടെ പഠിക്കണം. അപ്പൊ നാളെ ഒരു ദിവസം വാക്യം പഠിക്കുന്നവരാണെങ്കിൽ, അയ്യോ ഒരു ദിവസം ഒരു വാക്യം പഠിച്ചില്ലെങ്കിൽ എന്തോ ഒരു വിഷമമായിരിക്കും അല്ലേ? വിഷമമുണ്ടോ? വചനം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്നേഹമൊക്കെ ഉണ്ടോ? അതിനനുസരിച്ച് ജീവിക്കണമെന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ടോ അല്ലേ? അപ്പം നമ്മൾ അലസമായി ഇരിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, നമ്മളുടെ ജോലിക്കോ നമ്മുടെ വീട്ടുകാര്യങ്ങൾക്കോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ കാര്യങ്ങൾക്കോ അനുസരിച്ചല്ല നമ്മളുടെ ആത്മീക ജീവിതത്തിന്റെ ടൈം ടേബിൾ നാം ചിട്ടപ്പെടുത്തണ്ടേ. നമ്മളുടെ ആത്മീക ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഇൻക്രീസ് ചെയ്യുന്നതിന്, ആത്മീക വർധന വരുത്തുന്നതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ദൈനംദിന ജീവിതത്തിന്റെ മറ്റുള്ള ടൈം ടേബിൾ നാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്തിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്? ഈ ലോകത്തിന്റെ ചിന്തകളോട്. ജോലി ചെയ്യണമെന്ന് പറയുന്നില്ല ഞാൻ, നമുക്ക് ജോലി ചെയ്യണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ നമ്മൾ എന്തിനാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? നാം എന്ത് കേൾക്കുമ്പോഴാണ് നമ്മൾക്ക് സന്തോഷം തോന്നുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു ന്യൂസ് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് ദൈവവചനം കേൾക്കുമ്പോഴോ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോഴോ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴോ, പ്രാർത്ഥിക്കുമ്പോഴോ നമുക്ക് തോന്നാറുണ്ടോ? നമ്മുടെ പ്രാർത്ഥനകൾ വെറും ജൽപ്പനങ്ങളാണോ? എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസം ഒരു വചന പഠിതാവ് ഇങ്ങനെ പറയുന്നത് ഞാൻ ഇങ്ങനെ കേട്ടു. നമ്മള് ദൈവത്തോട് സംസാരിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കാൻ ഒന്നും വരരുത്. നമുക്ക് എപ്പോഴും പ്രാർത്ഥിപ്പാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ജനിക്കണം. നാം എന്താ പറയുന്നെന്ന് നമ്മൾ അറിയുന്നതിന് മുമ്പേ കർത്താവ് അറിയുന്നു. നമ്മൾക്ക് ദൈവത്തോടൊന്നും മറച്ചു വെക്കാനായിട്ടില്ല. കാരണം ദൈവം നമ്മളുടെ അകവും പുറവും ഒരുപോലെ അറിയുന്ന ദൈവമായല്ലേ. അപ്പൊ ഞാൻ ഇത് പറഞ്ഞാൽ ദൈവത്തിന് ദേഷ്യം വരുമോ, ഞാൻ ഇത് പറഞ്ഞാൽ ദൈവത്തിന് ഇത് തോന്നുമോ? അങ്ങനെയൊന്നുമില്ല. ദൈവം നമ്മളെ അറിയുന്ന, ഒരപ്പൻ കുഞ്ഞുങ്ങളുടെ മനസ്സ് അറിയുന്നത് പോലെ ആ ഒരു ബന്ധത്തിലേക്കാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഒരു തുറന്ന ബുക്ക് ആകണം. ദൈവത്തോടൊന്നും മറച്ചു വെക്കാനില്ല. അപ്പം അങ്ങനെ ഒരു ആഗ്രഹം, ഒരു 1-to-1 റിലേഷൻഷിപ്പ് ദൈവത്തോട് ഉണ്ടാകുമ്പോൾ, ഒരു സൗഹൃദമായ ബന്ധം അല്ലെങ്കിൽ ഒരു ഹെൽത്തിയറായ റിലേഷൻഷിപ്പ് ദൈവത്തോട് ഉണ്ടാകുമ്പോൾ, ആ ദൈവവചനം കേൾപ്പാൻ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കും അല്ലേ? ചിലരെല്ലാം ജോലി കഴിഞ്ഞ് ഓടി വരുന്നവരാണ്. നാട്ടിൽ നിന്നുള്ളവർ രാവിലെ എഴുന്നേറ്റ് അതിനുവേണ്ടി റെഡിയായിട്ടിരിക്കുന്നവരാണ്. ആ ആഗ്രഹം എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം. ഗലാത്യയിലെ വിശ്വാസികൾ അങ്ങനെയുള്ളവരായിരുന്നു. അവർ നന്നായി ഓടിയിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയി. നാം എങ്ങനെ തുടങ്ങി എന്നുള്ളതല്ല, നാം എങ്ങനെ അവസാനിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അവസാനം, പ്രതിഫലം, അല്ലെങ്കിൽ കർത്താവിനോട് കൂടി ജീവിക്കുന്നത്. ആദ്യം നല്ലതായിട്ട് തുടങ്ങണം, അത് ശരിയാ. പക്ഷെ ട്രാക്ക് തെറ്റാതെ ഓട്ടം ഓടിയാൽ മാത്രമേ, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇടയ്ക്ക് കൊണ്ടുപോയി നമ്മൾ ട്രാക്ക് തെറ്റിപ്പോയാൽ ഓടിയത് മുഴുവൻ വെറുതെ ആയി പോകും. അതുകൊണ്ട് നമ്മളുടെ മനസ്സ് എപ്പോഴും ക്രിസ്തുവിനുള്ള ഏകാഗ്രതയിലും നിർമ്മലതയില്. കൊരിന്ത്യരെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ കൊടുത്തിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിനെ വിട്ടിട്ട് സർപ്പം ഹവ്വായെ ചതിച്ചതുപോലെ നിങ്ങൾ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന്
ഭയപ്പെടുന്നു. ദൈവത്തിന് നമ്മളെക്കുറിച്ച് അങ്ങനെ ഭയപ്പാടുണ്ടാകുവാനൊന്നും ഇടയാക്കത്തില്ല. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവർ ദൈവവചനത്തോടുള്ള സ്നേഹം കാണും, കൂട്ടായ്മയുള്ള സ്നേഹം കാണും, അന്യോന്യം സ്നേഹിക്കാനുള്ള ഇത് കാണും. അങ്ങനെ എല്ലാത്തിലും മുമ്പിട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം നമുക്ക് ദൈവവചനം കേൾക്കുമ്പോൾ ബോറടിക്കത്തില്ല, ഉറക്കം വരത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും ജാഗരൂകരായി ഇരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് നമുക്ക് ആ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായിത്തീരും. ഇന്ന് ഒരു വാക്യം പഠിച്ചു, നാളെ അടുത്ത ആഴ്ച പറയാം, അയ്യോ അത് ചെറുതാണല്ലോ 2 പറഞ്ഞു, അയ്യോ 2 പഠിക്കണമെന്ന് ചോദിക്കുമോ? ഇല്ല. എനിക്കറിയാം എല്ലാവരും ചിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. 2 പഠിച്ചാലും 3 പഠിച്ചാലും എല്ലാം ദൈവവചനം നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണെന്ന് നമുക്ക് വായിക്കാം. വചനം ഓരോ വാക്യങ്ങളും വായിച്ചു വിടാം. യോഹന്നാന്റെ സുവിശേഷം 14:16. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യോഹന്നാൻ 14:16 നമുക്കെല്ലാം അറിയാവുന്ന വാക്യങ്ങളാണല്ലോ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്തോ ചെയ്യുന്നേ? എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് നമ്മൾ തന്നു കഴിഞ്ഞാൽ ആ വിരുന്നുകാര് വരുന്ന പോലോ കൂട്ടുകാര് വരുന്ന പോലോ വന്നും പോകുന്ന അവസ്ഥയല്ല, എപ്പോഴും നമ്മളോടുകൂടെ ഇരിക്കുന്ന അവസ്ഥ. 17-ാമത്തെ വാക്യം. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് ലഭിപ്പാൻ കഴിയില്ല. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങൾ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. അപ്പം പരിശുദ്ധാത്മാവിൽ നമ്മൾ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുമോ? ഒക്കും. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഉണ്ട് എന്ന്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയിരിക്കും, നമ്മിൽ വസിക്കും. അതുകൊണ്ട് നാം അവനെ അറിയുന്നു. ഓക്കെ, 14:26. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്ന എന്തിനാ? ചുമ്മാ അവിടെ ഇരിക്കാനല്ല. എന്നതിനു വേണ്ടിയിട്ടാ? നമുക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. എന്തും അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം സകലവും നമ്മളെ ഓർമ്മപ്പെടുത്തും, നമുക്ക് ഉപദേശിച്ചു തരും. നമ്മളെ സകലവും ഓർമ്മപ്പെടുത്തണമെങ്കിലും നമ്മെ ഉപദേശിച്ചു തരണമെങ്കിൽ നാം എന്തോ ചെയ്യണം? വചനം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ അറിഞ്ഞ വചനങ്ങളെ നമുക്ക് ഉപദേശിച്ചു തരാനായിട്ട് ഒക്കെയുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ വസിക്കണം. ആ വചനം നമ്മൾ നേരെ നടക്കാനായിട്ട് നമ്മളുടെ മോഹങ്ങൾക്കനുസരിച്ചോ ജഡത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചോ ലോകത്തിന്റെ മോഹങ്ങൾക്കനുസരിച്ചോ പോകുമ്പോൾ അത് ശരിയല്ല, ആ വഴി ഇതല്ല, ദൈവത്തിന്റെ വഴിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പം നമ്മളെ ഉപദേശിച്ചു തരും. നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഇനി 15:26 യോഹന്നാന്റെ സുവിശേഷം. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് കേൾപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. നമ്മൾ സ്വയം പ്രശംസിക്കുകയല്ല, മറ്റുള്ളവരെ കുറിച്ച് സാക്ഷ്യം പറയല്ല, കർത്താവിനെ കുറിച്ച് നമ്മെ കൊണ്ട് സാക്ഷ്യം പറയിക്കും. 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. സത്യത്തിന്റെ പാതയിലൂടെ നമ്മെ നടക്കുവാൻ പ്രാപ്തരാക്കും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ക്രിസ്തുവിന്റെ വഴികളെ നമുക്ക് അറിയിച്ചു തരും, വചനത്തിലുള്ളത് അറിയിച്ചു തരും, ദൈവത്തിന്റെ മനസ്സ് നമുക്ക് അറിയിച്ചു തരും. കർത്താവിന്റെ ഇഷ്ടമോ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ വിശുദ്ധീകരണം തന്നെ. അപ്പം നാം വിശുദ്ധിയിലേക്ക് നടക്കാനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനായിട്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം പറയുന്നു, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം ക്രിസ്തുവിൽ നമ്മെ മുൻനിയമിച്ചു. അല്ലേ?
നമ്മെ എന്തിനാ നിയമിച്ചത്, നമ്മെ എന്തിനാ വിളിച്ചത്, എന്തിനാ നമ്മളെ തിരഞ്ഞെടുത്തത്. ഇനി 1:10 ഇങ്ങനെ പറയുന്നു, കാലസമ്പൂർണതയിൽ ഒരു വ്യവസ്ഥയുണ്ട്. എന്താ? സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേരും എന്ന കാലസമ്പൂർണതയുടെ വ്യവസ്ഥയ്ക്കായി നമ്മെ ആക്കി വെച്ചിരിക്കുക ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാനല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് നടന്നാൽ മാത്രമേ ആ കാലസമ്പൂർണതയിൽ ക്രിസ്തുവിനോട് ഒരുമിച്ച് നടക്കുവാനായിട്ട് നമുക്ക് ഇരിക്കുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അപ്പൊ ക്രിസ്തുവിനോട് ഒരുമിച്ച് നമ്മൾക്ക് ഇരിക്കണമെങ്കിൽ ഈ ലോകത്തിലെ നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് അനുസരിച്ചായിരിക്കും നാം വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രമേ അന്ന് കർത്താവിനോട് കൂടെ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്. അപ്പൊ നാം അവനിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുകയുള്ളൂ. നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ ഇരിക്കും, നമ്മിൽ വസിക്കും, ദൈവത്തിന്റെ സത്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. നാം തെറ്റി നടക്കുമ്പോൾ അത് നല്ല വഴിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിച്ചു തരും. ദൈവത്തിന്റെ സത്യങ്ങളിൽ നമ്മെ നടക്കുമാറാക്കും. എങ്ങനെ ചെയ്താൽ മാത്രം? നാം പരിശുദ്ധാത്മാവിന് ഓപ്പണായിരുന്നാൽ മാത്രം, പരിശുദ്ധാത്മാവ് പറയുന്ന കേട്ട് അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ആ പദവിയിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പം ചിലർ ചിന്തിക്കുന്നതും പറയുന്നതും ഒക്കെ ആത്മാവിൽ കുറച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും എന്നാണ്. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താ മനസ്സിലായിട്ട് കഴിയുന്നത്? അപ്പൊ ആ ആരാധിക്കുക എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ ജീവനുള്ള ആരാധനയായി തീരണം. നമ്മൾ കൈ അടിച്ചത് കൊണ്ടോ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ അതൊക്കെ വേണം. അത് ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതമായി തീരുകയില്ല. റോമാലേഖനം പറയുന്നത് പോലെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ജീവിതം നയിച്ചാൽ നമ്മൾ ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടുത്തി ആ ജീവനുള്ള യാഗമായി സമർപ്പിച്ചാൽ മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ആരാധനയായി തീരുകയുള്ളൂ. അങ്ങനെ ചിലർ വിചാരിക്കുന്നത് കുറെ ആരാധിക്കുക അല്ലെങ്കിൽ ആത്മീയമായി ആത്മാവിൽ പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത ആത്മീയതയുടെ ഏതാണ്ട് ഔന്നത്യത്തിൽ എത്തിയിരിക്കുക എന്നാണ്. പക്ഷെ നാം പഠിക്കുന്ന വാക്യത്തിൽ, നാം വചനത്തിൽ പഠിക്കുന്നത് ദൈവത്തിന്റെ സത്യങ്ങളെ അറിയുകയും ദൈവ ഇഷ്ടം അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നതാണ് ജീവനുള്ള ആരാധന. ഒന്നുകൂടെ പറയാം, ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർ ദൈവത്തിന്റെ സത്യം അറിയുകയും ആ സത്യത്തിൽ നടക്കുകയും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് ആ ജീവനുള്ള സത്യം അനുസരിച്ച് നടക്കുകയും ചെയ്യുന്നതാണ് ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞു. അപ്പൊ ആത്മാവിൽ നടക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കൈകൊട്ടി ആരാധിക്കുന്നതല്ല. അത് വേണം എങ്കിലും നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ രൂപാന്തരപ്പെടുത്തി ജീവനുള്ള ആരാധനയായി നാം ഈ ലോകത്തിൽ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. മുമ്പേ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായി എൻ്റെ കുഞ്ഞുങ്ങളെ. അപ്പം ആത്മാവിനെ നമ്മൾ തന്നിരിക്കുന്നത് ക്രിസ്തു നടന്നതുപോലെ നാം നടക്കേണ്ടതിനാണ്. അപ്പം ക്രിസ്തു നമ്മിൽ ഉരുവാകണം, നമ്മൾ വളരണം. എഫേസ്യ ലേഖനം പറയുന്നുണ്ട് ക്രിസ്തു എന്ന തലയോളം നിങ്ങൾ വളരണം. അപ്പൊ ഉരുവാകണം, വളരണം, ആ തലയോളം നാം വളരണം, ആത്മീകമായി നാം വളരണം. ഇനി വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന പറഞ്ഞ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അതിനൊരു പ്രോഗ്രസ് ഉണ്ട്. അത് ആത്മാവിൽ വളരുന്നതാണ്, ക്രിസ്തുവിൽ വളരുന്നതാണ്. ആ വളരുന്ന അവസ്ഥയിൽ നമ്മളുടെ അതിന്റെ അവസാനം എന്താ? നമ്മളുടെ തേജസ്കരണമാണ്. അപ്പോൾ നാം ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആ തേജസ്കരണത്തിലേക്ക് പോകുവാനായിട്ടൊരു ഞരക്കം നമ്മളിൽ എപ്പോഴും ദൈവാത്മാവ് നമ്മൾ തരുന്നുണ്ട്. വായിക്കാം, റോമാലേഖനം 8:23. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. നമ്മള് 1 യോഹന്നാൻ 3-3 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, നാം അവനെ അവനിരിക്കുന്നത് പോലെ കാണേണ്ടതാകയാൽ അവന്
അവന് അവനോട് അനുരൂപമായി തീരും അല്ലെ. ക്രിസ്തുവിനോട് അനുരൂപമായി തീരുന്ന അവസ്ഥ, നാം ശരീരം വിട്ട് ക്രിസ്തുവിനോട് ജീവിക്കുന്ന അവസ്ഥ, നമ്മുടെ ഈ നാം ഇപ്പം വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. ആ തേജസ്കരണത്തിലേക്ക് ദൈവം നമ്മെ ആക്കി തീർക്കുന്ന അവസ്ഥ. അപ്പൊ അതിനൊരു പ്രോഗ്രഷൻ ഉണ്ട്. വാക്കിംഗ് ഇൻ ദ സ്പിരിറ്റ്, ഇറ്റ്സ് പ്രോഗ്രസീവ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തു നമ്മിൽ ഉരുവായി, ക്രിസ്തു നമ്മിൽ വളരണം, ആ ക്രിസ്തുവിന് തലയോളം എത്തണം, ക്രിസ്തുവിന് അനുരൂപമാകണം, ക്രിസ്തുവിനെ പോലെ നാം ആയി തീരും. പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15 ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നമ്മൾ മരിച്ചിരിക്കുന്നവർ ജീവനോടെ, മരിച്ചിരിക്കുന്നവർ ശരീരം രൂപാന്തരപ്പെടും. നാം ആ ശരീരം മാറി ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ആയിത്തീരുന്ന അവസ്ഥ അല്ലെ. അങ്ങനെ ഒരു ഞരക്കം നമ്മളിലുണ്ടോ? നമ്മൾ ദൈവാത്മാവിനെ തന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ലോകത്ത് ജീവിച്ച് പോകുവാനായിട്ടല്ല. നാം ആ വീണ്ടെടുക്കപ്പെട്ട ശരീരം കിട്ടുവാൻ വേണ്ടി നമ്മളുള്ള ആ ഒരു ഞരക്കം നമ്മൾ എപ്പോഴും തരികയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ആ നിർമ്മല കന്യകയായി നമ്മെ ഒരുക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം. എന്നോട് പറയാം, ആ ക്രിസ്തു എന്ന ഏക പുരുഷൻ നമ്മെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ ഏക പുരുഷനു വേണ്ടി, ക്രിസ്തു എന്ന ഏക പുരുഷനു വേണ്ടി നമ്മെ മണവാട്ടിയായി ഒരുക്കുക എന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ലക്ഷ്യം അല്ലെ. മണവാട്ടി ആകുന്ന ഒരു ദിവസം എത്രത്തോളം ഒരുക്കത്തോടു കൂടെ ആ മണവാട്ടി, ഇപ്പോഴും നമുക്കറിയാം എത്ര എന്താ പറയാ, എത്ര മണിക്കൂർ ബ്യൂട്ടി പാർലറിലൊക്കെ നടക്കും അല്ലെ, പോകേണ്ടതായിട്ട് വരും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര ഒരുങ്ങണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ക്രിസ്തുവിന്റെ കാന്തയായി തീരാൻ. ദൈവം നമ്മിൽ ആഗ്രഹിക്കുന്ന വിശുദ്ധിയോടെയുള്ള വിശുദ്ധ ജീവിതം നയിച്ചാൽ മാത്രമേ ക്രിസ്തുവിന്റെ കാന്തയായി നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം ക്രിസ്തുവിനാൽ അല്ലെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരുടെ ജീവിതശൈലി എന്തായിരിക്കുമെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ഞാനത് വായിച്ചു വിടാം. എഫേസ്യർ 5:18 വരെ. നമ്മൾ ഓരോ വാക്യങ്ങളും വായിക്കണം, നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം, നമ്മൾ ആ പാതയിലൂടെയാണ് നടക്കുന്നതെന്ന്. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. അപ്പൊ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും കർത്താവിന് പാടണം. കൊലോസ്യ ലേഖനത്തിൽ ഈ വാക്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും അവിടെ പറയുന്നത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങൾ വസിക്കണമെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മളുടെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മൾ വസിക്കണം. ക്രിസ്തുവിനെ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരാകണം. ആ വാക്യോടെ ഒന്ന് വായിച്ചു പോകാം. കൊലോസ്യ ലേഖനം 3:16. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വസിക്കട്ടെ. അപ്പം ദൈവാത്മാവിൽ വസിക്കുന്നവർ വചനത്തിൽ വസിക്കുന്നവരായിരിക്കും. വചനത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വചനം അനുസരിച്ച് നടക്കുന്നവരായിരിക്കും. അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ മോഹം നമ്മൾ നിവർത്തിക്കയില്ല. ജഡം എന്നത് നമ്മുടെ പ്രവൃത്തികളിൽ എന്താ പറയുക, ദൈവവചനം നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ നാം ക്രിസ്തുവിന്റെ ആ സ്നേഹം നമ്മുടെ പ്രവൃത്തികളിൽ കാണണം. ആത്മാവിന്റെ ശക്തി നമ്മുടെ ജഡ സ്വഭാവത്തെ നിയന്ത്രിക്കാതാവണം.
നമ്മളുടെ ആ പഴയ മനുഷ്യന്റെ സ്വഭാവം ഇപ്പോഴും നമ്മളിലുണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ആയിരിക്കണം നമ്മളുടെ ആത്മാവിന്റെ ശക്തി. നമ്മൾ ആത്മാശക്തി നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ വിധേയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ, പുറകെ വരുന്നുണ്ട് ഞാൻ പറയാം, നമ്മൾ അതിന് വിധേയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നാം ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ജഡം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല, നമ്മുടെ മനസ്സ്, ഇച്ഛാശക്തി, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ എന്നിവയാണ്. ആത്മാവിൽ നടത്തപ്പെടുന്നവരിൽ ജഡത്തിന്റെ ഈ ചിന്തകളെ അതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മുടെ ജഡിക ചിന്തകളെ ഇൻഫ്ലുവൻസ്, അതിനെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അതിനെയൊക്കെ അടക്കുവാനായിട്ട് നമുക്ക് സഹായിക്കുന്നു. ക്രിസ്തു ഈ ലോകത്തിൽ നടന്നതുപോലെ നടക്കുവാനായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് എങ്ങനെയാണ് ദൈവത്തിന്റെ സത്യത്തിലൂടെ നടക്കുന്നത് എന്ന് നമ്മളെ ബോധമാക്കപ്പെടുത്തുകയാണ്. ഫിസിലേഖനത്തിൽ പറയും, നിങ്ങൾ വെളിച്ചത്തിനുള്ളവരായി നടക്കിൻ. വെളിച്ചത്തിനുള്ളവരിലെ ഇരുട്ടിന്റെ പ്രവൃത്തികൾ കാണിക്കയില്ല. ഫിസിലേഖനം 5-ന്റെ 2, 3, 4 വാക്യങ്ങൾ. 2-ന്റെ 5-ന്റെ 2, 3 വാക്യങ്ങൾ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയെ വഴിപാടിയാകുമോ അർപ്പിച്ചോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പറക പോലും വരുതേ. അത് നമ്മളാരും കാണിക്കുന്നില്ല. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുതേ. സ്തോത്രമത്രേ വേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്കൊന്നും പറയാൻ പോലും ഇല്ല, അല്ലെ? ദൈവത്തിന്റെ സ്തോത്രം. മുമ്പോട്ട് പോകാം. വചനം 8-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ, 5-ന്റെ 8 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിനുള്ളവനായി നടപ്പീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ആ വെളിച്ചത്തിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ക്രിസ്തു നടക്കുന്നത് പോലെ നടക്കാൻ. അപ്പം ഇപ്പോഴും ഒരുവനിൽ ജഡത്തിന്റെ സ്വഭാവങ്ങളാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അവർ ആത്മാവിനാൽ നടത്തപ്പെട്ടവർ അല്ല. ആത്മാവിന് തങ്ങളെ തന്നെ സമർപ്പിക്കാത്തവർ ആണ്. അങ്ങനെ സമർപ്പിച്ചില്ല എങ്കിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് നടക്കുവാനായിട്ട് കഴിയില്ല. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മൾ വസിച്ചിട്ടുണ്ട്, നമ്മൾ ഇരിക്കുന്നുണ്ട്, എന്നേക്കും നമ്മോടുകൂടെ ഇരിക്കുന്നുണ്ട്. ആ ആത്മാവ് നമുക്ക് ക്രിസ്തുവിന്റെ സത്യത്തെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുമ്പോൾ നാം ആ വചനങ്ങളിലൂടെ നാം നടക്കണം. നാം കേൾക്കുന്ന വചനങ്ങൾ നാം അനുസരിക്കണം. നമുക്കറിയാമല്ലോ, നാം തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലിരുന്ന് അത് ശരിയല്ല എന്ന് എത്ര പ്രാവശ്യം നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ? ആ കേൾക്കുന്നതിന് നമ്മൾ അനുസരിച്ച് നടക്കുക. അതാണ് ആത്മാവിനാൽ നടത്തപ്പെട്ട ജീവിതം എന്ന് പറയുന്നത്. കുറെ വചനം കേട്ട് അതില് PhD എടുക്കണമെന്നും അല്ല, പക്ഷെ കേൾക്കുന്ന വചനം അനുസരിക്കുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ സത്യ വെളിച്ചം നമ്മളിൽ വന്നിരിക്കുക. നമ്മൾ ഇരുളെല്ലാം മാറി, നമ്മൾ ഇരുളായിരുന്നു, നാം വെളിച്ചത്തിനുള്ളവരാണ്. ആ വെളിച്ചത്തിൽ നടക്കുക, സത്യത്തിൽ നടക്കുക. ആ നടക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളെ പ്രബോധിപ്പിക്കുമ്പോൾ നാം അതിനെ അനുസരിച്ച് നടക്കുക. ഇനി 17-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ വാക്യം. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അത് തമ്മിൽ പ്രതികൂലമല്ലോ. ജഡാഭിലാഷവും ആത്മാഭിലാഷവും. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പം ഇവിടെ പറയുന്നത് ഒരു വിശ്വാസിയുടെ ഉള്ളിൽ 2 ഫോഴ്സസ് ഉണ്ട്. ഒന്ന് പരിശുദ്ധാത്മാവുണ്ട്, 2 നമ്മുടെ ജഡ മനുഷ്യനുണ്ട്. അപ്പൊ നമ്മൾ കൊലോസിലേനൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഒരു പഴയ മനുഷ്യനെന്നാ പൗലോസ് അപ്പോസ്തലൻ അതിനെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വായിച്ചു വിടാം. കൊലോസ്യർ 3-ന്റെ 9-10. അന്യോന്യ പോഷ്ക്ക് പറയരുത്, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിന് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അല്ല, അപ്പൊ ആ പഴയ മനുഷ്യൻ ഇപ്പോഴും നമ്മൾ ഉണ്ട്.
ഉണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടും തമ്മിൽ എപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടാകും. അപ്പം നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഓൾഡ് സിൻഫുൾ നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അപ്പൊ രണ്ട് ഫോഴ്സസും തമ്മിൽ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളൊരു യുദ്ധക്കളത്തിലാണ് അല്ലെ. രണ്ട് ഫോഴ്സസും തമ്മിൽ നമ്മെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിക്കും. ഞാൻ ചിലപ്പോഴേ നമുക്ക് ദൈവത്തോടുള്ള ആ വചനം പഠിക്കാനുള്ള ആഗ്രഹം വരും. അപ്പം പിന്നെ നമ്മുടെ ജഡത്തിന്റെ ആത്മാവ് ജഡം പറയും ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞ് മതി, ഇച്ചിരി നേരം ഒന്ന് കിടക്കാം, അല്ലെങ്കിൽ ഇച്ചിരി നേരം ഒന്ന് കണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് അല്ലെ. രണ്ടും തമ്മിലൊരു ക്ലാഷ് ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴേ അത് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുള്ളൂ. അപ്പം നമ്മളുടെ ആ ജഡ അഭിലാഷം ആത്മാവിന് വിരോധമാണ്. അതുപോലെ ആത്മാവിന്റെ ആഗ്രഹം ജഡത്തിനും വിരോധമാണ്. ഇത് രണ്ടും വ്യത്യസ്ത രണ്ടെണ്ണത്തിനും വ്യത്യസ്ത ആഗ്രഹങ്ങളാണ്. ഒന്നും ഞാൻ പറഞ്ഞ വചനം പഠിക്കാൻ തോന്നുമ്പോ ജഡൻ പറയും ഇച്ചിരി ഒന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ രണ്ടിനും എതിരുള്ള സ്വഭാവങ്ങളാണ്. അപ്പം ഒന്ന് കർത്താവിനെ പ്രസാദിപ്പിക്കണം, മറ്റേത് എന്റെ ജഡത്തെ പ്രസാദിപ്പിക്കണം. പൗലോസ് 1:7 പറയുന്നുണ്ട്. അത് ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്, വിവാഹം കഴിയാത്തവൾ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ആ ആത്മാവിനുള്ള ചിന്തിക്കുന്നല്ലേ. ജഡത്തിലും ശരീരത്തിലും മനസ്സിലും വിശുദ്ധി ആകേണ്ടതിന് കർത്താവിനുള്ള ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവർ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ള ചിന്തിക്കുന്നു. മനസ്സിൽ വന്നുകൊണ്ടൊക്കെ പറഞ്ഞുള്ളൂ. അപ്പം കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെങ്കിൽ കർത്താവിനുള്ള ചിന്തിക്കുകയും കർത്താവിന്റെ വചനങ്ങളെ അനുസരിച്ച് നടക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൽ രണ്ട് ഫോഴ്സസ് ഉണ്ട്. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ദൈവിക കാര്യങ്ങളെ ചിന്തിപ്പാൻ നമ്മളോട് പറയുമ്പോൾ, അപ്പൊ നമുക്ക് ആഗ്രഹം തരുമ്പോൾ മറ്റേ ഫോഴ്സസ് അവിടെ ഇരുന്ന് നമ്മളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പിടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുള്ള ആ ചിന്തകളാണ് നമുക്ക് തരുന്നത്. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ്. പക്ഷെ ജയിച്ചാൽ മാത്രമേ നമുക്ക് ആത്മാവിൽ വസിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പൊ ജഡാഭിലാഷം ആത്മാഭിലാഷം ജഡത്തിനും എതിരാണ്. നാം ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ നമ്മൾ പ്രതികൂലമാണ്. വചനം വായിക്കണമെന്ന് വിചാരിക്കും. കുറച്ചു സമയം കഴിയുമ്പോൾ നമുക്ക് ഉറക്കം വരും അല്ലേ. അപ്പൊ പൗലോസ് റോമാലേഖനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല, ഇച്ഛിക്കാത്ത തിന്മ അത്രേ, അല്ലെ ഞാൻ പകയ്ക്കുന്ന തിന്മ അത്രേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ജഡവും. നമുക്ക് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മിൽ ഒരാൾ ഇരുന്ന് നമ്മളെ ഇച്ഛിക്കുന്ന നന്മ ചെയ്യാനായിട്ട് നമ്മളെ നടത്തുന്നില്ല. കാരണം ആ പഴയ മനുഷ്യൻ ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് ആ മനുഷ്യന്റെ പ്രവൃത്തി ചെയ്യാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് റോമാലേഖനം 8:5 ഒന്ന് വായിച്ചു പോകാം. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ള ആത്മാവുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനം. അപ്പം ജഡം നമ്മളെ ഈ ലോകത്തിലേക്ക് വലിക്കുന്നു, ആത്മാവ് നമ്മളെ ദൈവത്തിങ്കിലേക്ക് വലിക്കുന്നു. പക്ഷെ രണ്ടും തമ്മിൽ ഭയങ്കര ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അപ്പം ജഡസ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ആ പാപം അതുപോലെ റോമാലേഖനത്തിലും 7-ാം അധ്യായം ഒത്തിരിയും ഇങ്ങനെ വാക്യങ്ങളുണ്ട്. നമുക്കറിയാം, ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, ഞാൻ പായിക്കുന്നതിനെ അത്രേ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ. 7:15-18 വാക്യം വായിക്കാം. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്ന ഇല്ല. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നതെങ്കിലോ അതിനെ ചെയ്യുന്ന ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപം അത്രേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊരാഗ്രഹമുണ്ട്, പക്ഷെ അതിനുവേണ്ടി ആ ജഡം നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മെ അത് ചെയ്യാതെ വണ്ണം നമ്മെ പിടിച്ചു വലിക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളുടെ പാപ സ്വഭാവത്തിന്റെ ആഗ്രഹങ്ങളെ എതിർത്ത് നിൽക്കുവാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനെ തടയുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നാം ഒരു യുദ്ധക്കളത്തിലാണ്, പക്ഷെ ജഡം നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളെ ചെയ്യുവാനായിട്ട് നമ്മളെ നടത്തുന്നില്ല. പക്ഷെ നമ്മൾ അതിനൊരു വലിയൊരു എന്താ പറയുക, ആ ആത്മാവിനെ നല്ലവണ്ണം അനുസരിച്ച് സബ്മിറ്റ് ചെയ്ത് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജഡത്തിന്റെ ഇച്ഛകളെ നമുക്ക് അടക്കാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്ക് എന്താ പറയുന്നേ, നമ്മുടെ ജഡം സമ്മതിക്കാത്ത കൊണ്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവുകഴിവ് പറഞ്ഞ് ജീവിക്കാനും ഒക്കെയില്ല.
കാരണം ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ആത്മാവ് നമ്മളിൽ എത്ര നാളുണ്ടോ ഉള്ള കാലം വരെ നാം ആത്മാവിനെ കീഴ്പ്പെട്ട് നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ആണ്. അപ്പൊ നമുക്ക് എനിക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുവാനായിട്ട് ഒക്കെയില്ല. നാം ദൈവത്തിന്റെ മക്കളാണ്. നമ്മളെ കുടുംബത്തിൽ വസിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുടുംബത്തിന് ഒരു എന്താ പറയുന്നേ, നമ്മള് എന്താ പറയാ, എഴുതപ്പെടാത്ത കുറെ നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ, അല്ലെ? എഴുതി വെച്ചിട്ടില്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടല്ലോ. അതിനനുസരിച്ച് പരിധി കടന്നു പോകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നത്? വഴക്ക് പറയല്ലേ? അല്ലെങ്കിൽ അത് ആ ഒരു എഴുതി വെക്കാത്ത ഒരു പരിധികളുണ്ട്. പക്ഷെ ഇവിടെ എഴുതി വെച്ച പരിധികൾ വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ എന്നാലേ ഒക്കത്തുള്ളൂ, എന്നാലേ നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്ന് നമുക്ക് അഭിമാനിക്കാൻ പോലും ഒക്കത്തുള്ളൂ, അല്ലെ? നാം ദൈവത്തിന്റെ മക്കൾ എന്ന് പറയപ്പെടുമ്പോൾ നാം ദൈവത്തെ അനുസരിച്ച് നടക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടാ നമ്മളെ ഹോളി സ്പിരിറ്റിനെ തന്നെ ക്രിസ്തുവിന്റെ മണവാട്ടിയെ നമ്മളെ ഒരുക്കാനായിട്ട്. നമുക്ക് യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശണ്ഠയും കലഹവും ഇരിക്കെ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. ആ ശണ്ഠയും കലഹവും ഒക്കെ നമ്മൾ മാറ്റിക്കളണം. നമ്മൾ ഇനി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരുടെ പ്രവൃത്തിയൊക്കെ നമ്മൾ തുറന്ന് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് മനുഷ്യരാണ്. നമ്മൾ തെറ്റുകൾ ഇഷ്ടം പോലെ വരാം, കോപമുണ്ടാകാം, ദേഷ്യമുണ്ടാകാം. പക്ഷേ നമ്മുടെ ദേഷ്യത്തെയും നമ്മുടെ കോപത്തെയും ഒക്കെ പിടിച്ചടക്കാൻ നമ്മൾ ശ്രമിച്ചേ ഒക്കത്തുള്ളൂ. ചിലര് പറയും ഇത് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, മാറത്തില്ലെന്ന്. പക്ഷെ അതെല്ലാം മാറും. പാരമ്പര്യമായിട്ട് കിട്ടിയ ഒന്നുമില്ല. നമ്മൾ അതിന് നമ്മൾ അങ്ങനെ പറഞ്ഞ് നമ്മൾ ശീലിച്ചിരിക്കുകയാണ്. ആ ശീലങ്ങളൊക്കെ മാറ്റണം. നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന് പറയുമ്പോൾ അതിനെ അനുസരിച്ച് നടക്കാൻ നമ്മുടെ കോപങ്ങളും ക്രോധങ്ങളും എല്ലാം നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ശണ്ഠയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന പുകേച്ചകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല, നിങ്ങൾ കൊല്ലുകയും അസൂയ ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, നിങ്ങൾ കലഹിക്കുകയും ശണ്ഠയിടുകയും ചെയ്തിട്ടും യാചിക്കാണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് കിട്ടുന്നില്ല, അല്ലെ? എന്നിട്ട് വിശ്വാസികളായവരെ പറഞ്ഞേക്കുക, വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുക്കളാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീർന്നു. എനിക്ക് ലോകത്തിലേക്ക് പോകാനുള്ള ചിന്തകളാണ് എന്നെ ഭരിക്കുന്നതെങ്കിൽ ഞാൻ ദൈവത്തിന് ശത്രുവായി തീർന്നു. അങ്ങനെയുള്ളവരെ വചനം വിളിക്കുന്ന വ്യഭിചാരിണികൾ എന്നാണ്. മുമ്പോട്ട് പോകാൻ നമുക്ക്. നമ്മള് ജഡത്തിന് നമ്മുടെ ഇച്ഛകളോട് പോരാടുന്ന എല്ലാത്തിനെയും നമ്മൾ പിടിച്ചടക്കി മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിച്ചു കൊള്ളുക. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് ആത്മീക പോരാട്ടങ്ങളിൽ മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ യുദ്ധക്കളത്തിലാണ്. ആരും പോരാട്ടം ഇല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയായ കാര്യമില്ല. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന പോലെ നിങ്ങൾ പാപം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സത്യമല്ല പറയും, നിങ്ങൾ കള്ളന്മാരാകുന്നെന്നാ പറയുന്നത്, അല്ലേ? അല്ല, നമുക്ക് എല്ലാവരും നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും മോഹങ്ങളുണ്ട്. നാം എല്ലാ മോഹങ്ങളെയും പിടിച്ചടക്കണം. പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് ഇച്ചിരി എന്താ പറയുക, നമ്മളത് ബലഹീനതയാണ് കണക്കാക്കും. ഇല്ല, ദൈവത്തിന് വിരോധമായി വരുന്ന എല്ലാം പാപമാണ്. അത് ബലഹീനതയാണെന്ന് പറയാതെ അത് പാപമാണെന്ന് അംഗീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിനനുസരിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എഫേസ്യ ലേഖനം 6-10 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 6-10 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ, സമയമായല്ലേ? ഓക്കെ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുക. അപ്പം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്, പക്ഷെ ജഡത്തിലേക്ക് നമ്മെ നയിക്കുന്ന വേറൊരു ആത്മാവുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം നമ്മള് ആ ചിന്തകളൊക്കെ നമ്മളിലേക്ക് വരുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് നമ്മൾ പറയും നമ്മുടെ ചിന്തകളെ ഒന്നും നമുക്ക് മാറ്റുവാനായിട്ട് കഴിയത്തില്ല. മാറ്റുവാൻ കഴിയും.
ദൈവത്തോട് നാം പ്രാർത്ഥിക്കുക. നമ്മളുടെ ചിന്തകൾ മറ്റുള്ളവർ നമ്മളുടെ അടുത്തിരിക്കുന്നവർ അറിയുന്നില്ലായിരിക്കാം, ആരും അറിയത്തില്ല. പക്ഷേ നമ്മെ ഹൃദയം അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മളുടെ ഏത് ചിന്തകളെയും നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ദൈവത്തോട് നമുക്ക് പറയാൻ കഴിയാത്ത ഒരു കാര്യമില്ല. കർത്താവെ, ജഡസ്വഭാവങ്ങൾ എന്നിൽ കൂടെ. പറഞ്ഞൂടായോ നമുക്ക് ടി വി കാണാനുള്ള ആഗ്രഹം കൂടുന്നുണ്ട്, നമുക്ക് സീരിയൽ കാണാനുള്ള ആഗ്രഹം കൂടുന്നുണ്ട്, നമുക്ക് ഇന്റർനെറ്റിന്റെ ആഗ്രഹങ്ങൾ കൂടുന്നുണ്ട്, ഷോപ്പ് ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ കൂടുന്നുണ്ട്. അപ്പൊ കർത്താവിനോട് പറയാം, കർത്താവെ എന്റെ ആഗ്രഹങ്ങളെല്ലാം ഒന്ന് നിർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മെ നടത്തും. നമ്മളത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ഏതൊക്കെ എന്നെ തടയുന്നുവോ അതെല്ലാം എന്റെ ജഡത്തിന്റെ അഭിലാഷങ്ങളാണ്. അത് മനസ്സിലാക്കിയാൽ മാത്രമേ ആത്മീയമായി മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ പോയാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ക്രിസ്തുവിന് അനുരൂപമായി നമുക്കാവുവാനായിട്ട് കഴിയുള്ളൂ. ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ, സ്വർഗം വെറുതെ ഒഴിച്ചിട്ടാലും ദൈവം വിശുദ്ധരല്ലാത്തവരെ കൊണ്ടുപോകുകയില്ല. അത് ദൈവത്തിന്റെ സത്യമാ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞെങ്കിൽ വിശുദ്ധരാകാൻ നമുക്ക് കഴിയും. കഴിയാത്തത് ദൈവം പറഞ്ഞിട്ടില്ല. അങ്ങനെ കഴിയണമെങ്കിൽ ഞാൻ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല, കാരണം എല്ലാവരും ആർത്തിയോടെ വചനം കേൾക്കുന്നവരാണ്, വചനം പഠിക്കുന്നവരാണ്, വചനം കാണാതെ പഠിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായി ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ദൈവം അങ്ങനെയാകുവാനാണ് നമ്മെ ആഗ്രഹിക്കുന്നത്. അതുപോലെ മണവാട്ടിയായി നാം തന്നെത്താൻ ഒരുക്കണം, വിശുദ്ധി നിഷ്കളങ്കവുമായി ഒരുക്കണം. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ നമുക്കറിയാം, നമ്മൾ പഠിച്ച വാക്യങ്ങളാണ്. ഞങ്ങൾക്ക് പോരുണ്ട്, പക്ഷെ ഞങ്ങൾ ആ പോരിന്റെ ആയുധങ്ങളെ എന്തുകൊണ്ടാ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ, ജഡീകങ്ങളല്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ അതും അവിടെ വായിച്ചിട്ട് നിർത്താം. 2 കൊരിന്ത്യർ 10:4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയത്രേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന് പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. അപ്പൊ സങ്കല്പങ്ങളും വിചാരങ്ങളും സംശയങ്ങളും എല്ലാം നമ്മൾ ഉണ്ടാകാം, അല്ലെ? ആ ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്താൽ പിടിച്ചടക്കി ജീവിക്കണം. അതാണ് ആത്മാവിൽ നടത്തപ്പെടുന്നവരുടെ സ്വഭാവം അല്ലെങ്കിൽ ജീവിത ശൈലി എന്ന് പറയുന്നത്. അപ്പം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയെങ്കിൽ നാം ജഡത്തിന്റെ മോഹങ്ങൾക്ക് കീഴടങ്ങിയില്ല. ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുന്നവരായി തീരണം. അപ്പം അപ്പൊ നമുക്ക് ഇവിടെ നിർത്താം. 44 ആയല്ലോ. അപ്പൊ നമ്മൾക്ക് ദൈവം ആത്മാവിനെ തന്നിരിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവിനെ നമ്മളെ ഉള്ളിൽ തന്നിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമായിരിക്കാനാണ് ദൈവം നമ്മൾ ആത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോൾ നമ്മെ ദൈവത്തിന്റെ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കും, ദൈവത്തിന്റെ സത്യത്തിൽ നമ്മെ നടക്കുമാറാക്കും. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നാം ആത്മാവിന് നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്യുക, വചനം കേൾക്കുക, വചനം പഠിക്കുക, വചനം അനുസരിച്ച് നാം നടക്കുക. ഈ സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ ഉപദേശിച്ചും ദൈവത്തിന് മഹത്വപ്പെടുത്തിയും ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായിട്ട് ദൈവം നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.